കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന റാപ്പറാണ് വേടൻ. വിപ്ലവകരമായ പാട്ടുകളുമായി കരിയറിൽ മുന്നേറുന്ന വേടൻ പലപ്പോഴും വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. പ്രതിസന്ധികളിലും വലിയ ജനപിന്തുണ വേടന് ലഭിച്ചിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് വേടൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. പേഴ്സണലായ കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റാനുണ്ട് എന്ന് വേടൻ പറയുകയാണ്. പെരുമാറ്റം കുറച്ചു മാറ്റാനുണ്ട്. തനിക്ക് 31 വയസ്സായി. ഈ വയസ്സിൽ ഒരാൾ ജീവിതം പഠിക്കുമെന്നാണ് താൻ വിശ്വസിക്കുന്നത്. അതിന് താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുണ്ടായ സന്തോഷങ്ങളിലും സ്ട്രഗിളുകളിലും താൻ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം തനിക്കുണ്ടായ വേദനയാണ് തന്നെ ഇപ്പോഴത്തെ ഒരാളായി മോൾഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ താൻ സ്ട്രോങ് ആണ്. തന്റെ മോശം ശീലങ്ങളാണ് തന്റെ ഫോക്കസ് കളയുന്നത്. അതായത് ലഹരി ഉപയോഗം തന്നെ. അനാവശ്യമായ സ്വഭാവങ്ങളാണ് തന്റെ വീക്ക്നെസ് എന്ന് വേടൻ പറയുന്നു. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ ഏറ്റവും ശക്തി തരുന്നത് കുടുംബമാണ്. തന്റെ നല്ല ഗുണങ്ങളെക്കുറിച്ചും വേടൻ സംസാരിക്കുന്നുണ്ട്. താൻ പെട്ടെന്ന് സൗഹൃദത്തിലാകും. ചില സമയത്ത് അത് പ്രശ്നമാണ്. പക്ഷേ അത് തന്റെ നല്ല ഗുണമായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. പരമാവധി ഒരാളെ വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ പാളിപ്പോകുമെന്നും വേടൻ പറയുന്നു. സ്ട്രഗിളുള്ള ഒരു യാത്രയായിരുന്നു തന്റേത്. പക്ഷേ താനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുക്കാനാകുന്നു. അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നു. ആ കാര്യത്തിൽ താൻ ഭയങ്കര ഹാപ്പിയാണെന്നും വേടൻ പറയുന്നുണ്ട്. പിന്നെ വേടൻ പറഞ്ഞത് തന്റെ ഷോ കാണാനെത്തിയ ഒരു ആരാധകൻ അടുത്തിടെ ട്രെയിൻ തട്ടി മരിച്ചതിനെ കുറിച്ചാണ്. ആ വിവരം തനിക്ക് വലിയ വിഷമമുണ്ടാക്കിയെന്നും അത് തന്റെ ഉറക്കം കെടുത്തിയെന്നും വേടൻ പറയുന്നു. തന്റെ ഷോയ്ക്ക് വരുന്നവരുടെ ജീവൻ പൊലിയുന്ന സംഭവം ഏറ്റവും വേദനയുള്ള ഒന്നാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയി. പരിപാടി കാണാനായി വന്ന ഒരു മോൻ ട്രെയിൻ തട്ടി മരിച്ചു. പരിപാടി നടക്കുന്നതിന്റെ എത്രയോ ദൂരെ സംഭവിച്ച ഒന്നാണ്. പക്ഷേ അവൻ വന്നത് തന്റെ പരിപാടി കാണാനായിരുന്നു. 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിവരം അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി പറയുന്നു. ഒരു ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ആ കുട്ടിയുടെ മാമനെ താൻ വിളിച്ച് സംസാരിച്ചത്. ഒറ്റ മോനായിരുന്നു എന്ന് കേട്ടപ്പോൾ താൻ തകർന്നു പോയി. 2 ദിവസം അതെന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. ഇപ്പോൾ ആലോചിക്കുമ്പോഴും ഒരു വേദനയാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നത്. തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, മറക്കുക എന്നല്ലാതെ, വേടൻ കൂട്ടിച്ചേർത്തു.